ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റോറീസ് ഓഫ് ഷെബിലൊരു കുക്കിംഗ് വ്ളോഗ് കാണാം. നമ്മള് റൂമില് കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എടാ മെല്ലെ പറഞ്ഞാൽ മതി, അനക്കൊക്കെ ഒരു മൈക്കും കൂടി ഉണ്ടെങ്കിൽ. നമ്മളപ്പോ നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ചോറും എടാ എന്ത് മുരിങ്ങക്ക് ലേഡി ഫിംഗർ മുരിങ്ങയില്ലല്ലോ, അത് മറ്റേ വെണ്ടക്കയല്ലേ? ഏയ് എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കില്ല, പക്ഷെ എനിക്ക് ഈ പച്ചക്കറി അതിന്റെ ഒന്നും എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഗൈസ്. സിവിൽ എഞ്ചിനീയറാണ് ഇപ്പൊ. മറ്റേ വിക്രമില് മറ്റേ കത്തി അതായത് ബ്ലഡ് വെച്ചുള്ള കളിയാണ്. അപ്പൊ നമ്മളിന്ന് മുരിങ്ങ താളിപ്പും പിന്നെന്താ ചോറാണ് വെക്കാൻ പോകുന്നത്. പിന്നെ സോയാബീനും. യെസ്, അപ്പൊ ഞാനിവിടെ ഇരുന്ന് വ്ലോഗ് ചെയ്യും, ഇവര് പണിയെടുക്കും. അത്രേ ഉള്ളൂ. അല്ല, നമ്മൾ തിന്നും. നമ്മളെ മെയിൻ ക്യാരക്ടർ ആരാണ്ട്? ആരാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ? ആരാ? ജാഫർ ഖാൻ. സബ് ടൈറ്റിൽസ്. ഏത് സ്വിച്ചാ ഇതോ? നമ്മളെ അങ്ങനെ പണിയെടുക്കാറില്ല. ഇതിപ്പോ പായസം ഉണ്ടാക്കിയല്ല. ജാസില് ചോറുള്ള കത്തി കഴുകിയിട്ട് ഇപ്പൊ എല്ലാം ആ വൈബിലെ കഴുകണ്. ഒരു സൈക്കോ. ഇതൊക്കെ ഇടിഞ്ഞു വരും. താഴ്ന്ന ആള് വരുമ്പോ. പക്ഷെ മെല്ലടാ, അതാ ഇങ്ങനെയൊന്നും അല്ലടാ. അതിനനുസരിച്ച് തിന്ന. ആരായിരുന്നു? എടാ നിക്കട്ടോ, അത് ബാക്കിയൊക്കെ ഇവിടെ ഫ്രിഡ്ജ് പോലും ഇല്ല. ബാക്കി വെച്ചാ അവിടെ താളിപ്പുണ്ടാക്കാൻ അറിയില്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ എന്താണ് മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കണ്ടേ? ചോറ് വെച്ച കോലാണ് ഇത് കാണുന്നത്. നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ നമ്മൾ വൃത്തിയാക്കി വരുന്നുള്ളൂ. നമ്മളെ കുക്കിംഗ് ഇന്ത്യക്ക് നമ്മൾ വൃത്തിയാക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനെ ജഡ്ജ് ചെയ്യല്ലേ? എന്റെ ഇതില് കമന്റ് ചെയ്യുന്ന ആരും അങ്ങനെ ജഡ്ജ് ചെയ്യല്ലേ? ആകെ 4 പേരെ കമന്റ് ചെയ്യുന്നേ. അവര് ഒന്ന് ഫേക്ക് ഐഡി ഒന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒന്ന് എന്റെ കൂട്ടുകാരൻ, 2 എന്റെ കൂട്ടുകാരൻ, 3 എന്റെ കൂട്ടുകാരൻ, 4 എന്റെ കൂട്ടുകാരൻ. നമുക്ക് 4 കമന്റ് ഒക്കെ 4 കമന്റ് സിൻസിയർ കമന്റ് അല്ലേ? എടാ അങ്ങനെയല്ല, അമ്മ ഒരു കണക്കിന് പറഞ്ഞ നിങ്ങൾ എത്ര പേരാണെന്നുള്ള അനുസരിച്ച്. 4 ചെറുള്ളി, ഒരാൾക്ക് എത്ര ഉള്ളിയെന്നൊക്കെ. മുളക് വേണ്ടേ? ആ താളിന്റെ മുളക്. നീ ഉറക്കത്തൊന്നും എനിക്ക് വന്നാണോ? എന്തത്? നീ നേരത്തെ സർഫ് എക്സൽ എടുത്തിട്ട് വന്നത് കഴുകാനോ? അതൊന്നും അല്ലേ, അതൊന്നും കുഴപ്പമില്ല. വെച്ചെടുത്ത് തിന്നോ, നമ്മളല്ലേ. നമ്മള് പെരുമാറി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിനക്ക് എക്സ്ക്യൂല് കോഡ് ചെയ്തതാ അറിയൂ, എനിക്കറിയാം. അതാണ് അത് നിനക്കറിയുന്ന പല കാര്യങ്ങളും എനിക്കറിയാം. ഈ മുരിങ്ങ കേടൊന്നുമില്ല. അതാണ്, അങ്ങനെയല്ലല്ലോ. ആ മുരിങ്ങ കഴുകണ്ടേ? കടുക് കഴുകണ്ടേ? അല്ലടാ, നമ്മൾ ഈ കടുക് പൊടിച്ചിടില്ലേ? അല്ല, കടുക് ഇടില്ലേ? അപ്പൊ കടുകുണ്ടോ? കടുക്കുണ്ടോ? അടാ അതിനെക്കാട്ടില് കൂടുതൽ കേട്ടോ പൊട്ട.
ആ ഇനി ആയിരിക്കാ അതിന് അത് തിന്നെ നാളേക്ക് തിന്നാ. എന്തൊരു ആത്മാർത്ഥ ഇവനില്ലേ, ഇവന് അതിനാ ഇല്ല ആ സ്റ്റാൻഡ് ഞാൻ പേടിക്കില്ലല്ലോ, അത് തല്ലി പൊട്ടിക്കും. ഞാൻ പണിയെടുക്കാണ്ടിരിക്കാനാ വ്ളോഗ് ചെയ്യുന്നത്, ഇത് ഇടുമെന്നൊന്നും അറിയില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിലമൊക്കെ ഞാനാ കഴുകി വൃത്തിയാക്കി. ഇതാണ്ടോ ഇതൊക്കെ കാണുന്ന ഞാനാണ് വൃത്തിയാക്കിയത് ഫുള്ള്. ഇവനെ നോക്കണ്ട, ഇപ്പൊ ഈ വയിൽ പണിയെടുക്കുന്നത്. അപ്പൊ അമേരിക്കൻ കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്. മുരിങ്ങല പുഴുങ്ങ കുരു, മുരിങ്ങലൊക്കെ എവിടെയാ കുരു? കുറച്ചനെ എമ്മാരി പൊട്ടന്മാരോടാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. പിന്നെ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല, രണ്ട് കുഴപ്പമില്ല. എടാ വെളുത്തുള്ളിയിൽ ഇങ്ങനെ രസമല്ല. അങ്ങനെ ഓരോരോ സാധനങ്ങൾ. ഇനിയിപ്പോ എണ്ണല്ലാ പറയും, പിന്നെ വെള്ളല്ലാ പറയും. എന്നാ വീനോ എടാ പാരച്യൂട്ട് എന്റെ കേട്ടാ, ഒന്നും എടുത്തിട്ടല്ലേ. ഞാൻ പേടിച്ച്, ഞാനെന്റെ ചെങ്ങായി എന്ന് പറഞ്ഞു. ഞാൻ ടെൻഷനായി. ഇനിയിപ്പോ എന്റെ വ്ളോഗൊക്കെ കട്ടിയേണ്ടി വരും. ഈ എണ്ണ വെച്ച് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കിയോ? ഏതാ കിളികള്? സംഭവം സിവിൽ എഞ്ചിനീയർ, IT മേഖലയിൽ ഉദ്യോഗസ്ഥർ, പിന്നെ മറ്റേ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരാ. പക്ഷെ ആ അന്തലെവൽ അങ്ങനെ ആലോചിച്ചാൽ മതി. പാരച്യൂട്ട് കൊണ്ട് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുക. എടാ അങ്ങനെയാണെങ്കിൽ ബ്രെഡ് ഓംലേറ്റ് പോയി കാശിന് കൊടുത്ത് മേടിച്ച് തിന്നാ പോലെ. ജാഫർക്കെ റൂമിന്റെ ഓണറായിരുന്നു. ജാഫർക്കൊന്നും വ്ളോഗ് എടുക്കാൻ സമ്മതിക്കില്ല. എന്റെ പെമ്പർത്തോണത്തി കാണുന്നൊക്കെ പറയാ. ആ രീതിയിലുണ്ടോ അവന്റെ ശുഷ്കാന്തി ഒന്നും കാണിക്കേണ്ട അവസ്ഥല്ല. അതൊക്കെ ഞാൻ കിട്ടോ, ഒന്നും കട്ടിങ്ങില്ല. ഈ ഗ്യാപ്പിട്ട് കയറിക്കോട്ടോ, മുടിയ കയ്യിൽ വീഴും. ചോറ് അൺബോക്സ് ചെയ്യും. ഈ കുക്കർ ഞാൻ അൺബോക്സ് ചെയ്യില്ല. ഇത് 10-20 മിനിറ്റ്, 10 മിനിറ്റിന്റെ സാധനം 10-20 മിനിറ്റാ. കൈയിട്ട് നോക്കിയാ മതി. എടാ എന്താ എടാ സ്പൂൺ നോക്കിയേ കിട്ടാൻ നോക്കട്ടെ. ഞാൻ കൈയിട്ട് നോക്കണം. വേവ് കുറച്ച് കൂടിക്കണേ. അപ്പൊ കുഴപ്പമില്ല, ഇനി കുറയ്ക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അയക്കന്നെ അടി. ഡ്രസ്സൊക്കെ തിരുമ്പിടുണ്ട്. എടാ മണ്ടാതാ ഒന്നും കൂടി ഉണക്കണം. അത് നല്ല പിഴിയണം. അതിന് ഒന്നും കൂടി പിഴിയണ്ട വരും. എന്തായാലും പീച്ചിട്ട് മറ്റേത് പൊടിയാക്കി ഇതിനെ. ഏതാ ജാസിലി അവിടെ ഫുള്ള് നിലമ്പൂരാണ്. ഹനാൻസിന്റെ നാട്ടുകാരാണ്.
ഓന്റെ അപ്പല്ല എന്നെ പണ്ട് തല്ലിന്ന് പറഞ്ഞു സന്ധിക്കിട്ട് ആരാ അനാൻസന്നൊക്കെ. പിടിയടാ നീ. കട്ട് ചെയ്ത് കുറച്ച് ഭാഗം ഞാൻ കാണും കേട്ടോ. അപ്പൊ നമ്മള് അങ്ങനെ താളിപ്പ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഇത് നമ്മള് സോയാബീൻ ഉണ്ടാക്കാണ്. അവിടെ സോയാബീൻ ഓൺ പീ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ജാഫർക്ക് നമ്മുടെ കൂടെ ചേരുകയാണ്. അതായത് നമ്മള് കുറച്ച് പോർഷനാണ് ജാഫർക്ക. നമുക്ക് ചോറുണ്ട്, മുരിങ്ങാത്താളിപ്പുണ്ട്, പിന്നെ നമുക്ക് സോയാബീൻ ഉണ്ട്. കാണാം. ഇതെന്താ സാധനം? എന്താ എന്താ ഹാപ്പി ബർത്ത്ഡേ. മൂപ്പർക്കൊക്കെ ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ് ഇല്ല. ഊരി പക്ഷെ അങ്ങനെയല്ല തുറക്ക്. ജാഫർക്ക് നമുക്ക് അതിന് എന്തോ കൊണ്ടുവന്നിട്ട് നല്ല സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. ഇവിടെ എന്താ നല്ല സ്ഥലം നമ്മളെ റൂം കൊണ്ടില്ല. എന്നാലും വേണ്ടില്ല. എന്താ ജാഫർ ഖാന്റെ ഗിഫ്റ്റ് എന്താ? അയാളുടെ പേരെന്താ? ചെറിയ കുട്ടീനെ ഇതൊക്കെയാണ് പൊതിഞ്ഞു കൊടുക്കുന്നത്. ജാഫർക്ക് എന്താണ് എനിക്ക് കൊണ്ടുവന്നെങ്കിലും നോക്ക്. അവർക്ക് എന്തും ഇങ്ങനെയാണ് കാര്യം. മെല്ലെ മെല്ലെ ആ ചിക്കൻ കറി തന്നോ? ചാറും പൊറോട്ടയും കൂട്ടിയടിച്ചോ? എനിക്കിങ്ങനെ കടിച്ചിട്ട് വ്ളോഗ് എടുക്കാനാ. തരൂ. അത് കവറിങ്ങനെ വെച്ചോളെ. എനിക്ക് ചിന്ത ചിന്ത നമ്മള് പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടി തുടങ്ങാണ്. നമ്മള് ചോറ് വാറ്റണ്. ഇതെന്താ പായസം? ഇതെന്താ അത് അടി പിടിച്ചതാ? ആ അണ്ടിപ്പരിപ്പ് ഉള്ളിയിട്ടിട്ട് നമ്മള് ചോറ് ഉണ്ടാക്കിയതാണ്. ഏ അത് മെയിൻ ഒന്നും. ഇനി ഫുള്ള് കൊളായ ഫുഡൊക്കെ ഉണ്ടല്ലോ സെറ്റാക്കി തരും. ജാഫർക്ക് ഇന്നലെ ഉണ്ടാക്കിയ പയററി ഉണ്ടല്ലോ, കിട്ടില്ല സാധനം. ഞാൻ പറയാൻ മറന്നു. ഞാൻ നല്ല ചോറ് വെച്ചു. പക്ഷെ നിങ്ങളെ അത് കഴിക്കും പറഞ്ഞാൽ ഞാൻ ബാക്കി വെച്ചത്. അല്ലെ ഞാൻ എടുത്ത് മൊത്തം എടുത്ത് തിന്നേനെ. രാവിലെ കിടക്കുമ്പോ കണ്ട് അത് അങ്ങനെ കിടക്കണ്ടായിരുന്നു. എനിക്ക് സങ്കടായി. രീതിയിലൊക്കെ കിട്ടിയിട്ട് നമ്മളെ ഹൈപ്പൊക്കെ കയറല്ലേ. മുരിങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കുക? അത് താളിച്ച് പിന്നെ അറിയാല്ല മണ്ടൻ. കഞ്ഞിവെള്ളം സെറ്റാക്കി. ആ കഞ്ഞിവെള്ളത്തിൽ ഉപ്പും പിന്നെ മറ്റേതും. ആ ആദ്യം ഉള്ളി വരട്ടിയിട്ട് വേണം അതിലിടാൻ. ഞാൻ മച്ച നീ അങ്ങോട്ട് മാറി ചങ്ങായി ചെയ്യും. ജാഫർക്ക് എവിടുന്ന വന്നു? ജാഫർക്ക ഇത്രയും കുക്കിംഗ് പഠിച്ച്? എന്റെ ഇപ്പൊക്കെ കഥ പറയുന്ന മാതിരി 16. ആ പെണ്ണുങ്ങളാണുങ്ങളില്ല കുക്കിങ്ങിന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സ്പ്ലിറ്റ് ഇട്ടോ പറയാൻ നിക്കണ്ട. സ്പ്ലിറ്റ് ഇട്ടോ കാരിഫൈലും ഞാൻ ആവശ്യത്തിന് വാങ്ങിയാൽ മതി. സൺഫ്ലവറോ? മറ്റേ എണ്ണയ്ക്ക് നല്ല റേറ്റ് അല്ലേ? സാധാ എണ്ണ വെളിച്ചെണ്ണ ഒലീവ് ഓയിലാ? ഒലീവിന് നല്ല റേറ്റ് അല്ലേ? പിന്നെന്ത് നമ്മളെ കയ്യില് കൊണ്ടേ അതൊക്കെ ഉണ്ട്. എന്റെ വണ്ടിയിലുണ്ട്. ഹോസ്പിറ്റലിൽ അതാ ഉപയോഗിക്കാം. കത്തിയിലൊരു സ്പൂൺ ഉണ്ട്. അരിയാണ്ടൊക്കെ
താളിച്ച് നമ്മൾ സെറ്റാക്കി. ഉപ്പ് എത്ര അളവ്? ഇത് പറഞ്ഞതാ എന്ത്? എന്നിട്ട് പയറ് ആ അടിപൊളിയുണ്ട്. ഞാൻ വ്ളോഗ് കിട്ടാൻ പറഞ്ഞല്ലേ, ഞാൻ അങ്ങനെ പറയും. ഞാൻ ആരിഫിന്റെ അടുത്ത് കുറച്ച് നേരത്തെ പറഞ്ഞോളൂ. പയറില് സ്പെഷ്യൽ അപ്പൊ വെള്ളപ്പയറല്ലേ? കള്ളി ലാഭം കള്ളി വെള്ള അതിനകത്ത് അത് ഇട്ടിട്ടാണ് ഈ പയർ ഇട്ടിട്ടാണ് രസം. ആ രണ്ടും കൂടിയാണ് അല്ലേ? നമ്മള് മറ്റേ നോമ്പിന് എന്നും അത്താഴത്തിന് ഇത് താളിപ്പും പിന്നെ ഉണക്കമീനില്ലേ സ്രാവ് സെറ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ബീഫോ എന്ത് കൂട്ടിയാലും സെറ്റാ. നോമ്പിന് നിങ്ങൾ പറയുന്നില്ലേ? നമ്മളിവിടെ നമ്മള് കള്ളനൊക്കെ കേറി ഇവിടെ വന്ന് ഇവിടെ നോമ്പ് പറഞ്ഞ ഓർമ്മല്ലേ? ആ അത് കഴിഞ്ഞ് നമ്മള് പെരുന്നാളിനല്ലേ എല്ലാരും കൂടെ പോയി. നോമ്പിന് ഇല്ല, നിങ്ങള് വന്നത് നോമ്പ് 9 മറ്റേണ് 15 മറ്റേണ് നമ്മളിവിടെ കേറി താമസിക്കാൻ തുടങ്ങിയത്. അപ്പൊ മുതലല്ലേ നിങ്ങള് വന്ന്? അപ്പൊ നിങ്ങള് പകുതിന്ന് വന്നു. എവിടെ കത്തി കത്തിയല്ലേ കൈ എനിക്ക് സാധനം എടുക്കാൻ പോകണം. നാളെ വർക്കുണ്ട്. എവിടെ? നാളെ ചെറായി. അതല്ല എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. നാളെ സാധനം എടുക്കാൻ സമരം പോണം. എപ്പോ? ഒന്നുകൂടെ പോണം. എന്നാ ഞാൻ വരാം. ആരിഫിന്റെ ഒക്കെ ചായ. സിമ്പിൾ തളി. ഞാൻ ആദ്യം കഞ്ഞിവെള്ളം കൊണ്ടിട്ട് പോയി വറക്കാൻ. കുറച്ചും കൂടി ഇട്ടോ. കഞ്ഞിവെള്ളം സെറ്റാക്കടാ. ചൂടണം വന്നാ മതി. അത് മുങ്ങണ്ടേ? കുറച്ചുകൂടി ഇല്ലെങ്കിൽ വെക്കാം. പഴയ സ്റ്റോക്ക് ഉണ്ടായി സ്റ്റോക്ക് ചെയ്തു. ഉപ്പുണ്ടാകും. ഉപ്പില്ല, കുറച്ച് കമ്മി. ഉച്ചക്ക് ഇവിടെ ഉണ്ടായിരുന്ന രാവിലെ പോയിട്ട് ഇപ്പോഴല്ലേ ഇല്ല. ആ ഞാൻ 12 മണിക്ക് പോയത്. ഞാനിത് റാവ വാങ്ങിയിരുന്നു. ഒരു കുപ്പിയായിരുന്നു അവിടെ ഉണ്ട്. റവി ഓയിലും ചെറുള്ളിയും പയവും ഒക്കെ പാട് 200 കുട്ടിയാ അതിനെ പോണ്ടാക്കി ഉച്ചക്ക്. അങ്ങനെയൊന്നുമില്ല, ചോറൊന്നും വെച്ചില്ല. എളുപ്പപ്പണി എന്താ അറിയില്ലേ? എന്റെ പണിയോ ഇതൊന്ന് പിടിച്ചേക്കൂ. കിട്ടോ കുറച്ചു നേരം പോയി ഇരിക്കട്ടെ. ക്യാമറമാന് വിശ്രമല്ല. കുക്കിംഗ് വ്ളോഗ് എടുക്കുമ്പോ സീനല്ലേ? നമുക്ക് സാധനം സെറ്റായാൽ മതി. സമയെങ്കിലും പോകും, മറ്റേ ബോറടിച്ചിരിക്കും. എല്ലാ ദിവസം വന്നിട്ട് കിടക്കലുള്ളൂ. ഇന്നിപ്പോ ആക്റ്റീവായിരുന്നു. ഞാൻ എല്ലാം ശരിക്കും ആക്റ്റീവാണ്. പക്ഷെ എനിക്ക് എന്താണെന്ന് പറയുക, ഈ ഓഫീസ് കാലഘട്ടം തുടങ്ങിയ ശേഷം ഒരു മറ്റേ ഡിജിറ്റൽ യുഗമായി. അതാണ് പ്രശ്നമായത്. നമ്മൾ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലല്ലേ നമുക്ക് ഒരു മടുപ്പ്. ഞാൻ ശരിക്കും രാത്രി ആയാലാണ് ആക്റ്റീവ്. അല്ല ഇത് മുരിങ്ങന്റെ തന്നെ ഇതാരണം ഉണ്ടെന്ന് ചിക്കൻ്റെ ഒപ്പം കൊണ്ടുണ്ടായി മാമേരുണ്ട് ഒരു പെലച്ചക്കീച്ച മണം അല്ലേ? ഉണ്ടാവും. കിട്ടുന്നല്ലോ. ഉപ്പുണ്ടാക്കിയാണ്
ആ എവിടെ അടിച്ചേക്കുന്ന സാധനം അത് കൊണ്ടുപോയി ഇല്ലല്ലോ എല്ലാം കൊണ്ടുപോയി ജാഫർക്ക. അത് കൊണ്ടുപോയി. ഇതൊക്കെ വ്ളോഗിൽ വരും. അത് കൊണ്ടുപോയി. അതിപ്പോ ഇപ്പൊ നീ വലിയ രണ്ടാമത് കുറെ നാളുകൾ വീട്ടിൽ കൊണ്ടുപോയി. മൂന്നാള്. ഷാദിയ, വന്നിട്ടോ തീരുമാനമൊക്കെ വന്നാണ്. എവിടെ എന്റെ 60 രൂപ അപ്പൊ കൈസ് ഇതാവട്ടെ. ഇതായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ സോയാബീൻ റെഡിയായി, ചോറ് റെഡി. എടാ താളിപ്പോടെ ജാഫർക്കുണ്ടാക്കിയ താളിപ്പോടെ താളിപ്പോടെ ആ കുക്കറിൽ. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണേ. നമ്മുടെ കൂടെ ഹാരിസും ചേരുന്നു. കാലിക്കാക്കിണ്ട് ചോറ് തികഞ്ഞു. ചോറ് എടാ ഇതില് മാഗിന്റെ മസാല ആണോ ഒട്ടിക്കുന്നേ? മാഗിന്റെ മസാല ആണോ? നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് ചാനൽ കഴിഞ്ഞു ഗൈസ്. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത കണ്ടന്റുമായിട്ട് ഇറ്റ്സ് മീ സ്റ്റോറീസ് ഓഫ് ഷേബിൾ സൈനിങ് ഔട്ട്.